السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. ബാബു ഫദ്ലി ഖിയാമിൽ ലൈലി, രാത്രി നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത. സാലിം റളിയല്ലാഹു തആല അൻഹു തൻ്റെ പിതാവ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുമ്പോൾ ആരെങ്കിലും വല്ല സ്വപ്നം കണ്ടാൽ അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവരിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അതിനാൽ എനിക്കും സ്വപ്നം കാണണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അത് വിവരിക്കണമെന്നും ആഗ്രഹമുണ്ടായി. ഞാനന്ന് ഒരു യുവാവാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഞാൻ പള്ളിയിൽ ഉറങ്ങാറുണ്ടായിരുന്നു. സ്വഹാബി പറയുന്നു, അന്നൊരിക്കൽ ഉറക്കത്തിൽ ഞാനൊരു സ്വപ്നം കണ്ടു. എന്താണ് ആ സ്വപ്നം? രണ്ട് മലക്കുകൾ എന്നെ പിടിച്ചു നരകത്തിലേക്ക് കൊണ്ടുപോകുന്നു. കിണറിൻ്റെ ചുറ്റുമതിൽ പോലെ മതിൽ കെട്ടിയിട്ടുണ്ട് നരകത്തിന്. മാത്രമല്ല അതിന് രണ്ട് ഉരുൾക്കോലുകളുമുണ്ട്. അഥവാ ഉരുൾക്കോലി എന്ന് പറഞ്ഞാൽ വെള്ളം മുക്കാനൊക്കെ ഉപയോഗിക്കുന്ന രണ്ട് കമ്പികൾ അതിനുണ്ട്. കല്ലുകൊണ്ട് കോല് കെട്ടിയിട്ട് നമ്മളെ നാട്ടിലൊക്കെ ഉള്ളതുപോലെ. അങ്ങനെ എനിക്ക് പരിചയമുള്ള കുറേ ആളുകൾ ആ നരകത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നരകത്തിൽ നിന്ന് അള്ളാഹുവിനോട് ഞാൻ കാവൽ തേടുന്നു എന്ന് പറയാൻ ഇങ്ങനെ തുടങ്ങി. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, അപ്പോൾ മറ്റൊരു മലക്ക് ഞങ്ങളെ കണ്ടുമുട്ടി. അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സ്വപ്നം മഹദിയാകുന്ന റസൂലുള്ളാഹിന്റെ പത്നി ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഫാറൂഖ് തങ്ങളുടെ സഹോദരിയുമാകുന്ന ഹഫ്സ റളിയല്ലാഹു തആല അൻഹയോട് ഇത് ഞാൻ പറഞ്ഞപ്പോൾ ഹഫ്സ ബീവി അത് നബിയോട് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അബ്ദുള്ള വളരെ നല്ലവൻ, അദ്ദേഹം രാത്രി നിസ്കരിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു. ഇതിനുശേഷം അദ്ദേഹം രാത്രി കുറച്ച് സമയമേ ഉറങ്ങിയിരുന്നുള്ളൂ. അതുകൊണ്ട് രാത്രിയിൽ നമ്മുടെ നിസ്കാരം അത് നരകത്തിൽ നിന്ന് കാവല് നൽകുന്ന നല്ല ഒരു സാലിഹായ സൽക്കർമ്മമാണ് രാത്രിയുള്ള നിസ്കാരം. അതുകൊണ്ട് തഹജ്ജുദ് നമ്മളാരും ഒഴിവാക്കരുത്. രാത്രിയിൽ പരമാവധി നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കുന്നവരായി മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രാത്രിയിൽ നിസ്കരിച്ച് അല്പസമയം അള്ളാഹുവിലേക്ക് ഖൽബ് തിരിച്ചുകൊണ്ട് ഒരു മുഅ്മിനായ മനുഷ്യൻ അല്പം ഇസ്തിഗ്ഫാർ ചൊല്ലി പ്രാർത്ഥന നടത്തുമ്പോൾ അള്ളാഹു അവനിക്ക് നരകമോചനം നൽകുമെന്നുള്ള ബൃഹത്തായ സന്ദേശമാണ് ഇമാം ബുഖാരി തൻ്റെ ഹദീസിൽ കൊണ്ടുവന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് രാത്രി നിസ്കാരത്തിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. അള്ളാഹു അത് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ നിസ്കാരം നിലനിർത്താൻ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.